നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സച്ചേട്ടാ, സച്ചേട്ടന് സ്വന്തമായി എന്ത് അഭിപ്രായം എടുക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. സച്ചേട്ടൻ അച്ഛന്റെ തീരുമാനത്തിനെതിരെ നിൽക്കാൻ പാടില്ല. അവരുടെ തിരിച്ചുവരവ് ഈ വീടിനെ വെട്ടിമുറിച്ചുകൊണ്ടാവരുത്. അതിന്റെ പേരിൽ ഇനി ഇവിടെ വഴക്കുകൾ ഉണ്ടാവാൻ പാടില്ല. പരസ്പരം യുദ്ധം ചെയ്യാൻ ഇവിടെയുള്ളവരാരും ശത്രുക്കളല്ല. ഇത് നമ്മുടെ കുടുംബമാണ്. കുടുംബത്തിലെ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് കരുതി അവരെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. സംരക്ഷിച്ച് കൂടെ നിർത്തി ഒരു ജീവിതമുണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. തെറ്റ് ചെയ്ത സഹോദരിയെ സഹോദരന്മാർക്ക് ശിക്ഷിക്കാം. പക്ഷേ അവർ നല്ല വഴിക്കാണ് നടക്കുന്നതെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയും നിങ്ങൾക്കുണ്ട്. അവർ ചെയ്ത തെറ്റ് ക്ഷമിച്ചിട്ടൊന്നുമല്ല. പക്ഷേ അച്ഛനെടുക്കുന്ന ഈ തീരുമാനത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നന്ദേട്ടൻ ഇതിന് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നന്ദേട്ടന്റെ പക്ഷത്താ ഞാനും. ഇത്രയും നാള് ജോലിക്കാര് താമസിക്കുന്ന ഔട്ട് ഹൗസിൽ ഞാൻ അവരെ താമസിപ്പിച്ചു. ഓരോ ദിവസവും അവരവിടെ താമസിക്കുന്നത് കാണുമ്പോൾ എന്റെ ഉള്ളിൽ സങ്കടം എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് നിങ്ങളോട് ആരോടും ഞാൻ പറഞ്ഞില്ല. ഒരാളെയും അറിയിച്ചിട്ടില്ല. എല്ലാം മനസ്സിലൊതുക്കി. അവൾക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോ ഒരഗതിയെ പോലെ എന്റെ മോള് ആ ഔട്ട് ഹൗസിൽ വേദന അനുഭവിച്ച് കിടന്നു. അർച്ചനയാ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തത്. ഇനി ഒരിക്കൽ കൂടി എന്റെ മോൾ അങ്ങനൊരവസ്ഥയിൽ വരുന്നത് എനിക്ക് സഹിക്കില്ല. ഈ വീട് അവൾക്കും കൂടി അവകാശപ്പെട്ടതാ. അച്ഛന്റെ തീരുമാനം 100% ശരിയാ. കുടുംബത്തിലുള്ളവര് തമ്മില് എന്നും ശത്രുക്കളായിരിക്കേണ്ട ഒരു കാര്യമില്ല. പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ എല്ലാവർക്കും കഴിയണം. കുടുംബത്തിലുള്ളവരുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. പക്ഷേ ധനുഷിനെ ഇവിടേക്ക് കയറ്റുന്നതിന് മുമ്പ് നല്ലതുപോലെ ഒന്ന് ആലോചിക്കണം. അവനാള് ശരിയൊന്നുമല്ല. നാളെ ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം അവനായിട്ട് മാറും. ഇവർക്കെന്താ അവനോട് ഇത്ര വൈരാഗ്യം? ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നെല്ലിശ്ശേരിക്കകത്തേക്ക് ധനുഷ് വരാനുള്ള ഏതൊരു നീക്കത്തെയും മുളയിലെ നുള്ളിക്കളയണം. ഇല്ലെങ്കിൽ അവൻ നാളെ നെല്ലിശ്ശേരിയിലെ വലിയ ആളായിട്ട് മാറും. ഇനിയും അവരെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചാൽ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം നമ്മളെ കുറ്റപ്പെടുത്തും. എല്ലാ മക്കളും അച്ഛൻ ഒരുപോലെയാ. തെറ്റ് ചെയ്തവരെയൊക്കെ പുറത്താക്കാനാണെങ്കിൽ നമ്മളെല്ലാം ഈ വീടിന് പുറത്തു പോകേണ്ടി വരില്ലേ? അവരുടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ സമയത്ത് ഒരു കൈത്താങ്ങ് നൽകിയാൽ അവർ സന്തോഷത്തോടെ മുന്നോട്ട് ജീവിച്ചു പോവും. ഇഷ്ടമുള്ളൊരു ജീവിതം എന്റെ മോള് തെരഞ്ഞെടുത്തു എന്ന് കരുതി അവളെന്റെ മകള് തന്നെയാണ്. മകളുടെ ഭർത്താവ് എന്റെ മരുമകനാണ്. ഇന്നു മുതൽ അവനെ ഞാൻ എന്റെ മരുമകനായി അംഗീകരിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.